मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മുത്തശ്ശി വിഷമിക്കണ്ട, മുത്തശ്ശിയുടെ ബാഗ് ഞങ്ങൾ പോയി തീർച്ചയായും തിരിച്ചു കൊണ്ടുവരാം. എന്നെ കുറിച്ച് ശരിക്കറിയില്ല. ഞാനാണ് ബാഡ് മങ്കി. ബാഗ് തിരിച്ചു തന്നേക്കേ. വാങ്ങിച്ചോ. മങ്കിയെ ഒരിക്കലും മരത്തിൽ കയറി പിടിക്കാൻ കഴിയില്ല. ഇതിനെ കണ്ടുപോരുത്, മര്യാദയ്ക്ക് വെക്കോ. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഇതാ ഇത് പിടിച്ചോളൂ. നിങ്ങൾ നന്നായി വരും മക്കളെ. ധീരന്മാരായ കുട്ടികൾ എല്ലാവരും ഹീറോക്കൾ തന്നെയാണ്. അത് ഞങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾ ആരാണ്? കുഞ്ഞധ്യാപകൻ. വളരെ കുഞ്ഞാണെന്ന് തോന്നുന്നു. കുഞ്ഞെന്നല്ല, കുഞ്ഞൻ എന്നാണ് എന്റെ പേര്. മുഴുവൻ പേര് കുഞ്ഞൻ കുഞ്ഞനന്ദൻ. എന്താ മനസ്സിലായോ? കുഞ്ഞു പേരെന്നല്ലേ പറഞ്ഞത്, പക്ഷെ വലിയ പേരാണല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു ബുക്ക് എഴുതാൻ പോവുകയാണ്. ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും ബുക്ക് എഴുതുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. അല്ലല്ല, നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലതായിട്ട് എഴുതാൻ പോകുന്നു. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടും. എന്നെ വിശ്വസിക്ക്. എന്നാ നിങ്ങൾ പറയുന്നത് കേട്ടാ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഹണി, ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. പുള്ളിക്ക് കാര്യം പിടികിട്ടി. ഞാൻ എഴുതുന്ന പുസ്തകം വായിക്കാനായിട്ട് ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നേ. പക്ഷെ ഞങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പെർമിഷൻ. എനിക്ക് എന്റെ ബുക്ക് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യണം. നിങ്ങൾ അതിന് അനുവാദം തരണം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നോക്ക്, നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവന്റെ കാര്യം വിട്ടേക്ക്. നിങ്ങൾ ബുക്ക് എഴുതാൻ പോകുന്ന കഥ ഞങ്ങളോട് പറയേ. സംശയമുണ്ടോ? ഏയ്, ഇതൊന്നും ശരിയാവില്ല. ഞാൻ ആരോടും അങ്ങനെ പറയാറുമില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ എന്റെ ബുക്ക് ബെസ്റ്റ് സെല്ലറാണ്. പക്ഷെ അങ്ങയുടെ പേര് ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അപമാനം, കടുത്ത അപമാനം. തീർച്ചയായിട്ടും ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. സാറേ, സാറിന്റെ കഥ എന്താണ്? ഞങ്ങളോട് വേഗം പറ. എന്താ? ഇതെന്ത് കഥയാണെന്ന് വെച്ചാൽ 4 നല്ല കൂട്ടുകാരെ കുറിച്ചുള്ള കഥയാണ്. ഇയാള് നമ്മുടെ കഥ നമുക്ക് തന്നെ പറഞ്ഞുതരാൻ നോക്കുക. എടോ, താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സാ. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്. സംശയമുണ്ടോ? ഏയ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വല്ലാത്ത ഒരു കാട്, കൂടാതെ അതൊരു രാത്രിയും, കുറ്റാക്കൂരിട്ട്, കൂടാതെ വല്ലാതെ കാറ്റും. 4 പേരും തനിച്ച് നടന്നു വരികയായിരുന്നു. ആകാശത്തു നിന്നും ഒരു ഭീകരരൂപം ഇറങ്ങി വന്നു. വേറെന്താണ്? രാക്ഷസനാണ്. വലിയ കൊമ്പുകൾ, വലിയ പല്ലുകൾ. മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്റെ സ്ഥലത്ത് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും തിന്നാൻ പോവുകയാണ്. ആര് വരട്ടുന്നുവോ അവൻ ഒന്നും ചെയ്യുകയില്ല. സംശയമുണ്ടോ? ഇപ്പൊ മനസ്സിലാക്കി തരാം. നിങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ചവനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. നേരെ
നേരം വല്ലാതെ ഇരുട്ടി തുടങ്ങി. എങ്ങനെ ഇരുട്ടിയെന്നാ? അതിനിപ്പോ പകലല്ലേ? എന്റെ പൊന്നെ, കഥയിൽ രാത്രിയാണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അവർ നടന്ന് നടന്ന് വലിയൊരു ബംഗ്ലാവിന്റെ അടുത്തേക്ക് ചെന്നു. നാലുപേരും ആ ബംഗ്ലാവിനെ വീഴ്ച നോക്കി. എല്ലാവരും ഒന്നിച്ചാലോചിച്ചു, ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാം. അതൊക്കെ അവരാ വാതിൽ തുറന്നു. ഇന്നത്തെ ഡിന്നർ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഒരു പിടിയും കിട്ടത്തില്ല, ഓടിക്കോ. ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഇവനുമായിട്ട് യുദ്ധം ചെയ്യണം. ഇത് സിംഹമല്ല, സിംഹത്തിന്റെ പ്രേതമാണ്. സംശയമുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് തീയെ പേടിയാണ്. ഓടിക്കോ, ഓടിക്കോ. അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടി. പക്ഷെ വേറെ ചിലർ അവരെ വിട്ടില്ല. ഓടി വരുന്ന മൃഗത്തിനെ അവൻ ആഞ്ഞടിച്ചു. ആ മൃഗം തലയും കുത്തി അവിടെ വീണു. ആനയുടെ തുമ്പിക്കൈയിൽ പിടിച്ച് ചുഴറ്റി അവൻ അതിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എങ്ങനെയുണ്ട്? ഒരു ബോറൻ കഥയാണ്. തുമ്പിക്കൈയിൽ പിടിച്ചെങ്ങനെ ആനയെ തൂക്കിയെറിയാൻ കഴിയുക? കഥകളിൽ ഇങ്ങനെയൊക്കെ വരുന്നത് സാധാരണമാണ്. ബാക്കി കേക്ക്. ഇനിയാണ് നല്ല സീൻസ് വരാൻ പോകുന്നത്. നാലുപേരും കൂടി ഓടി. അവർ ഓടിയ വഴിയിൽ ഇനി ഒരിക്കലും പുല്ല് പോലും കിളിർക്കില്ല. അവിടെ നിന്ന് അവർ ഓടി ഓടി കടൽക്കരയിലേക്ക് എത്തി. അവിടെ ഒരു വള്ളമുണ്ടായിരുന്നു. അവർ നാലും ആ വള്ളത്തിൽ കയറിയിരുന്നു. എന്നിട്ട് എന്തുണ്ടായെന്ന് പറയേ. വള്ളത്തിൽ വല്ല ഓട്ടയുണ്ടായിരുന്നോ? എന്താ എഴുതിയിരിക്കുന്നത്? വേഗം പറയേ. എന്റെ പൊന്നെ, കഥയുടെ ഇടയിൽ കയറി കഥ പറയാതെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാവരും വള്ളത്തിൽ കയറി പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് സമുദ്രത്തിൽ സുനാമി ഉണ്ടായി. വലിയ വലിയ തിരമാലകൾ വന്നു. ഓരോന്നിനും 100 മീറ്റർ ഉയരമുണ്ടായിരുന്നു. ഒരു വലിയ തിമിംഗലം വെള്ളത്തിൽ നിന്ന് ചാടി വള്ളത്തിനടുത്തേക്ക് വന്നു. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. വള്ളത്തിലെങ്ങാനും വീണ് നാശം വിതയ്ക്കുകയാണെങ്കില് നിന്റെ പണി ഞാൻ തീർക്കും. സംശയമുണ്ടോ? കെട്ടിടങ്ങൾ താഴേക്ക് വീണു. ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കയറുമായി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ആ കയറിന്റെ അറ്റം കൊണ്ടുപോയി നൗകയിൽ കെട്ടി. നാല് പേരും കൂടി ആ നൗകയെ വലിച്ചുകൊണ്ട് കരയിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു. മതിയാക്ക് മതിയാക്ക്. എന്താ എഴുതിയിരിക്കുന്നത്? സുനാമിയിൽ കൂടെ ഞങ്ങൾ വെള്ളം ഓടിക്കുന്നോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ?
ആദ്യം ഒരു ആനയെ തുമ്പിക്കൈ പിടിച്ച് നിലത്തടിച്ചു. ഇതൊക്കെ നിസാര സംഭവമല്ലേ? ഇനി വരാൻ പോകുന്ന സീനിൽ ഡൈനോസറിന്റെ മൂക്കിൽ കുത്തി നാക്ക് പിഴുത് പുറത്തെടുക്കാൻ പോകുന്ന സീനാണ്. നിങ്ങളുടെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങളെ നാട്ടുകാരെല്ലാരും വലിച്ചു കീറും. സംശയമുണ്ടോ? അപമാനം, കടുത്ത അപമാനം. എന്റെ ഭാവന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സാർ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് എന്തിനാണ് ബുക്കിൽ എഴുതുന്നത്? ഞങ്ങൾ ഇതിന് പെർമിഷൻ തരാൻ പോകുന്നില്ല. മിണ്ടരുത്. ഇനി ഞാൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല. ഒരു വലിയ എഴുത്തുകാരനെ അപമാനിച്ച നിങ്ങളുടെ കഥ ഞാൻ ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതാതിരിക്കുന്നതോ നല്ലത്. അപ്പൊ പിന്നെ പ്രസിദ്ധീകരിക്കണ്ടല്ലോ.